നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വിബ്ഡ് ലോഡിങ് സ്റ്റിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിന് നമ്മളിങ്ങനെ വരച്ചിട്ടിട്ടുണ്ട്. നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്ന ത്രെഡില്ലേ, ആ ത്രെഡ് എടുത്ത് അതിനെ ഒന്ന് നമ്മൾ രണ്ട് ലെയറായിട്ട് എടുക്കുക. എനിക്ക് അത്രയും നീളം വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഫാബ്രിക് ഗ്ലൂ ഉണ്ടെങ്കിൽ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ആ നമ്മൾ വരച്ച ലൈനിൽ കൂടെ ഒരു ഫാബ്രിക് ഗ്ലൂ കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് എംബ്രോയ്ഡറി ത്രെഡ് ഒട്ടിച്ചു വെക്കും. എന്നിട്ട് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ആ ത്രെഡ് ഒട്ടിക്കും. ത്രെഡ് നമ്മൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ആ പശ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവാതെ പരമാവധി ഒട്ടിക്കാൻ ശ്രമിക്കണം. കുറച്ചുകൂടെ നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടും. ഒട്ടിച്ചതിന് ശേഷം ഒന്ന് ശരിയാക്കി എടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡായി പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ക്രോസ് ആയിട്ട് എടുക്കുക. ഒരു 6 ആഗ് ഷേപ്പിൽ ആണ് നമ്മൾ എടുക്കുന്നത്. എടുത്തിട്ട് ലോക്ക് ചെയ്യുക. ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് അവിടെ തന്നെ നേരെ ഓപ്പോസിറ്റ് എടുത്തിട്ട് അവിടെ ചെറിയ ലോക്ക് കൊടുക്കുക. അവിടെ നിന്ന് വീണ്ടും എടുത്തത് എവിടെയാണോ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് വീണ്ടും നമ്മൾ അവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുന്ന അവിടെ നമ്മൾ ലോക്ക് കൊടുക്കുകയാണ്. കാണുന്നില്ല, ഇതുപോലെ ലോക്ക് കൊടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് വലിച്ച് ഇപ്പുറത്തോട്ടും കൊണ്ടുവരുന്നു. പക്ഷേ ഈ ത്രെഡ് കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു അത്ര ഒരു പെർഫെക്റ്റ് ഒരു വൃത്തി ഉണ്ടാവില്ല. ഇത് നമ്മൾ മറ്റേ സിൽക്ക് ത്രെഡ് കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിക്ക് കിട്ടും. ഇതിപ്പം ബിഗിനേഴ്സിന് ഈ ത്രെഡ് കൊണ്ട് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. വൃത്തിക്ക് കിട്ടാനായിട്ട് ഇതുകൊണ്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതായത് പഠിച്ചെടുക്കാൻ വേണ്ടി എളുപ്പം ഈ ത്രെഡാണ്. അല്ലെങ്കിൽ നമ്മൾ സൂചി ഉള്ളിലേക്കിട്ട് അടിയിൽ നിന്ന് വലിച്ചെടുക്കുമ്പോഴത്തേക്കും ത്രെഡ് പൊട്ടി പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാനല്ല, ഇപ്പോൾ എളുപ്പത്തിൽ പഠിച്ച് കിട്ടാനായിട്ട് പറ്റും. ഇത് ഇങ്ങനെ ഞാൻ കുറച്ചും കൂടെ ഡീപ്പായിട്ട് കാണിക്കാം. ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ കെട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ കട്ടിയുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ ലോക്ക് കാണിക്കുന്നത്. മറ്റേ നമ്മുടെ സിൽക്ക് ത്രെഡ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിരിക്കില്ല, കുറച്ചുകൂടെ നീറ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് എടുത്തിട്ട് അവിടെ ഒരു കെട്ടിടുക, വീണ്ടും എടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുവരിക, കെട്ടിടുക, അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിട്ട് സ്റ്റിച്ച് വലിച്ച് ചെയിൻ സ്റ്റിച്ചിൽ കെട്ടിട്ട് എടുത്താൽ മതി. ഇതാണ് നമ്മുടെ വിബ്ഡ് ലോഡിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. കുറച്ചൊരു എംബോസ് ചെയ്ത് നിൽക്കുന്നില്ല, അതിനുള്ളിലൊരു ത്രെഡ് ഇത്ര കട്ടിക്ക് വന്നുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും ഒരു ത്രെഡിൻ്റെയൊക്കെ അല്ലേ, ഒരു കട്ടിയുള്ളൊരു നൂലിൻ്റെ ഒക്കെ ഒരു എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ വിബ്ഡ് ലോഡിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. നല്ല ഭംഗിയില്ല ചെയ്യാനായിട്ട്, നല്ല ഒരു ഓപ്പോസിറ്റ് ഒത്തിരി വലിച്ചിതാക്കൊന്നും വേണ്ടല്ലോ. നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കെട്ട് വീഴാനും പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ വലിച്ചെടുക്കുമ്പോഴത്തേക്കും സൂക്ഷിച്ച് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും.